പശ്ചിമാഫ്രിക്കൻ രാജ്യമായ നൈജറിൽ നടുക്കുന്ന ഭീകരാക്രമണം. ജ്ഞാനസ്നാന ശുശ്രൂഷകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് നേരെ തോക്കുധാരികൾ വെടിയുതിർത്തു. ആക്രമണത്തിൽ 22 പേർ കൊല്ലപ്പെട്ടു. സെപ്റ്റംബർ 15 തിങ്കളാഴ്ച തില്ലബരി മേഖലയിലെ തക്കൗബട്ട് ഗ്രാമത്തിലാണ് ആക്രമണം നടന്നത്. മാമോദിസ ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയായിരുന്ന ഒരു കൂട്ടം സാധാരണക്കാരുടെ നേരെ തോക്കുധാരികൾ വെടിയുതിർത്തു. 15 പേർ കൊല്ലപ്പെട്ടു. തുടർന്ന് തക്കൗബത്തിന്റെ പ്രാന്തപ്രദേശത്തേക്ക് നീങ്ങിയ സംഘം 7 പേരെ കൂടി കൊലപ്പെടുത്തി. സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഒരു സംഘടനയും ഏറ്റെടുത്തിട്ടില്ലെങ്കിലും അൽ-ഖൗദയുമായോ ഇസ്ലാമിക് സ്റ്റേറ്റുമായോ ബന്ധമുള്ള ജിഹാദി വിഭാഗങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വിദഗ്ധർ പറയുന്നു. ടിൽബറിയിൽ സ്ഥിതി ചെയ്യുന്ന മാലി, ബുർക്കീനഫാസോ എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് നൈജർ. തീവ്രവാദി ആക്രമണങ്ങൾ തുടർക്കഥയായി മാറുന്ന രാജ്യം കൂടിയാണ് നൈജർ. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് ജനസാന്ദ്രത കുറവാണ്. അതിനാൽ തന്നെ പോലീസ് സുരക്ഷാ സംവിധാനങ്ങളും വിദൂരത്താണ്. ജിഹാദി ആക്രമണങ്ങളുടെ ഒരു കേന്ദ്രമായി വളരെക്കാലമായി നൈജർ മാറിയിരിക്കുന്നു. ഹ്യൂമൻ റൈറ്റ് വാച്ചിന്റെ കണക്കനുസരിച്ച് 2025 മാർച്ച് മുതൽ തില്ലബരിയിൽ മാത്രം ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ 127-ലധികം ഗ്രാമീണരെ വധിച്ചു. ഭീകരാക്രമണങ്ങളിൽ നിന്ന് സാധാരണക്കാരെ സംരക്ഷിക്കാൻ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് നൈജർ അധികൃതരോട് ആവശ്യപ്പെട്ടു. അതേസമയം 2024 ഒക്ടോബർ മുതൽ നൈജറിൽ നടന്ന ആക്രമണങ്ങളിൽ ഏകദേശം 1800 പേർ കൊല്ലപ്പെട്ടുവെന്നും അതിൽ ഭൂരിഭാഗവും തില്ലബരിയിലാണെന്നും ലോകമെമ്പാടുമുള്ള സംഘർഷയിരകളെ നിരീക്ഷിക്കുന്ന NGO അക്ലേഡ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.